എല്ലാവരും ചേർന്ന് ഈ ദീപം തെളിയിക്കുകയാണ്. ഒരു സ്വപ്നത്തിന്റെ തുടക്കം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തറക്കല്ലിടുന്ന ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന. Yes, once again I request all the key members, crew, cast and crew, please join the lamp. സുബി ദിവസത്തിന്റെ തറക്കല്ലാണ് നമ്മൾ ഇവിടെ ഇടാൻ പോകുന്നത്. Lovely moment. Movie to do the honors, Anthony Pepe and മുന്നോട്ട് വരുന്നത്. Anthony Pepe, hold the clapboard. First clap of the movie ആണ് the best shot. നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ദീപം തെളിയിച്ചതിന് ശേഷം ക്ലാപ്പ് ബോർഡുമായി ആന്റണി പെപ്പയും നീരജ് ബാബുവും ഉണ്ട്. Yes, first clap of the movie goes here. Start പറയണോ? Yes, ready? God bless. Yes, nice camera action. അണിയർ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും വലിയ വിജയം ആശംസിക്കുന്നു. നിർമ്മാതാവ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം വലിയ വിജയമായി തീരട്ടെ. വലിയ ആശ്വാസമുള്ളത് പ്ലൂട്ടോ എന്ന് പറയുന്ന ഈ ടൈറ്റിലാണ്. അത് ഭേദഗതി ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി മാറിയത്. സോവിയറ്റ് ലിറ്ററേച്ചർ ഒരുപാട് മലയാളത്തിലേക്ക് വരുമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഈ സൗരയൂഥം ഞങ്ങൾ അങ്ങനത്തെ പുസ്തകങ്ങളിലാണ് ഇക്കാലം പഠനങ്ങൾ കണ്ടത്. അവിടെയാണ് ആദ്യമായി പ്ലൂട്ടോയെ കാണുന്നത്. ഇന്ത്യയിലെ ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് പ്ലൂട്ടോ എന്നാണ്, പ്ലാനറ്റാണ് പ്ലൂട്ടോ എന്നാണ് ഞങ്ങൾ പറയപ്പെടുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് സ്റ്റേറ്റസ് നഷ്ടപ്പെട്ടു. അത് ഇറ്റ് ഈസ് നോ ലോങ്ങർ കൺസിഡേർഡ് എ പ്ലാനറ്റ്. അതൊരു ഗ്രഹമല്ല. അതിനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിൻ്റെ ചില ഗുണങ്ങളുണ്ട്, എല്ലാ ഗുണങ്ങളും ഇല്ല. അപ്പോൾ എനിക്കൊന്ന് പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് അണ്ടർ ഡോഗാണ്. അത് സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ ബഹിരാകാശ സംബന്ധിയായ എൻ്റെ ഈ ജ്ഞാനം നിങ്ങളോട് പകർന്നു തന്നിട്ട് ഞാൻ പോവുകയാണ്. സാധാരണ നമ്മൾ ഏറിപ്പോയി എന്ന് പറയാറുണ്ട്. ഞാനൊക്കെ പലതവണ ഏറിപ്പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പ്ലൂട്ടോയിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുന്നത്. ഏറ്റവും അകലെയാണല്ലോ പ്ലൂട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പല സഹപ്രവർത്തകരും അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും, ഞങ്ങൾ വിഷയം ചെയ്യും. പക്ഷേ ഈ പ്ലൂട്ടോ ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കട്ടെ. ലോകമെമ്പാടും വലിയ കലക്ഷൻ ഈ പ്ലൂട്ടോയ്ക്ക് ഉണ്ടാവട്ടെ. ഉള്ള ദിവസമാണ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഞാൻ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പോകട്ടെ. പ്ലൂട്ടോ ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കിപ്പോൾ ഇവിടെ വന്ന പോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ കാര്യത്തിലും വേണം. ആദ്യം തന്നെ റിയൂണിഷൻ സാറിനും പേരനും ഒക്കെ എല്ലാവിധ നന്ദി നമ്മുടെ രേഖപ്പെടുത്തുകയാണ്. പ്ലൂട്ടോ ഒരു ചെറിയ ഒരു പ്ലൂട്ടോ ഗ്രഹം പോലെ തന്നെ ഒരു ചെറിയ കോമഡി
സൈഫൈ ചേർത്ത കോമഡി സിനിമയായിരിക്കും. അത് അങ്ങനെ തന്നെ വരണം എന്നാണെന്ന് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ സപ്പോർട്ടും ഈ ആദ്യത്തെ പൂജ ദിവസം പോലെ തന്നെ ഇതിൻ്റെ അവസാനം വരെ എല്ലാവരും കൂടെ നിൽക്കണം. ഇവിടെ വന്ന എല്ലാവരുടെ അടുത്തും അതിപ്പോൾ പേരെടുത്ത് എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. അങ്ങനെയാണ് വന്ന എല്ലാവർക്കും എന്താ പറയുക, പ്ലൂട്ടോ ആക്ച്വലി നിയാസിൻ്റെ ഒരു നമ്മൾ വായിച്ച സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയ നിയാസിൻ്റെ ഒരുപാട് സ്റ്റോറീസ് വായിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാനും ചേട്ടനൊക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ ടീം എന്നെ വിളിച്ചപ്പോൾ മോർ ദാൻ ഹാപ്പി. സിനിമയെ പറ്റിയൊന്നും പറയുന്നില്ല, അത് ഇവൻച്വലി നിങ്ങൾ കാണാൻ പോകുന്നതാണ്. സോ വന്ന എല്ലാവർക്കും നന്ദി. ഈ ഒരു സപ്പോർട്ടും ഈ ഒരു സ്നേഹവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. കാരണം നമ്മൾ ഒരു ചെറിയ ടീമാണ്, ഒരു പുതിയ ടീമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ കീപ്പ് us in your prayers and be with us throughout the process, throughout the year. Thank you so much. പ്ലൂട്ടോ അടിപൊളിയാവട്ടെ. എൻജോയ് ബായിക്കും അൽത്താഫിക്കും അജു ചേട്ടൻ ഇതിനകത്ത് ഇതിലെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പിന്നെ എൻജോയ്ന്ന ഗഞ്ചിയല്ല നിഞ്ച മാതിരി അപ്പം കയറി പൊളിക്കും വെച്ചാൽ വേറെ ഒന്നും പറയല്ലേ. തകർക്ക്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. പ്ലൂട്ടോ സംഭവിച്ചത് തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബ്രീഫായിട്ട് പറയാം. ഞങ്ങൾ നിയാസിനെ ഞാൻ വേറൊരു സിനിമ കോറൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു കോറൈറ്ററിനെ തപ്പി നടക്കുന്നതിനിടയിൽ വീട് കിട്ടിയ ഒരു പുള്ളിക്കാരനാണ്. അപ്പം ആളുടെ റെസ്യൂമയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ IIT ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു. അപ്പോൾ IIT ഗ്രാജുവേറ്റ് അല്ല, ഡ്രോപ്പ് ഔട്ട്. അത് വെച്ചാണ് പുള്ളി സെല് ചെയ്തുകൊണ്ടിരുന്നത് റെസ്യൂമ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പുള്ളിയുടെ ഒരു വൈബ് ആക്ച്വലി വേറൊരു കഥ പറയാൻ എൻ്റെ അടുത്ത് വന്നതാണ്. ആ സിനിമ നടന്നില്ല, പകരം ഈ സിനിമ നടന്നു. പക്ഷെ ഞങ്ങൾ വേറൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാഷ്വലി നിയാസ് ഒരു ഐഡിയ ഷെയർ ചെയ്തു. ഞാനത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു. അത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഒരു പ്രൊജക്റ്റായി മാറി എന്ന് പറയുന്നത് ആണ് ഈ സിനിമ. അത് പക്ഷേ അങ്ങനെ സംഭവിച്ചതല്ല. പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒരുപാട് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ടീമിൻ്റെ എന്താ പറയുക ഒരു വിഷനാണ് ഈ സിനിമ. ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല. ഉള്ളതിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ ഇന്ന് വരാതിരുന്ന നമ്മുടെ അജുവേട്ടൻ അടക്കം ഇതേപോലെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് ഈ സിനിമയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു. അതേപോലെ പുതിയൊരു സുഹൃത്തിനെയും കൂടെ നമ്മുടെ സിനിമയിലേക്ക് വിളിച്ചു. പുള്ളി ആക്ച്വലി എല്ലാവരും ഒട്ടും എന്താ പറയുക അങ്ങനെ ആലോചിച്ച് ചിന്തിക്കാനൊന്നും സമയം എടുക്കാതെ പെട്ടെന്ന് പ്രൊജക്റ്റിലേക്ക് ഇന്നാവുമായിരുന്നു. അപ്പം ഐ മീൻ ഇറ്റ് ഹാഡ് എ ഗുഡ് വൈബ് ടു ഇറ്റ്. രവിചേട്ടനെ പോലൊരു എന്താ പറയുക എപ്പോഴും ചിരിക്കുന്ന, ഇതുവരെ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഒരു പ്രൊഡ്യൂസറും നമുക്കുണ്ട്. അപ്പോൾ എന്താ പറയുക രശ്മി ചേച്ചി രവിചേട്ടനും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ബാക്കി ക്രൂ ക്യാമറ ശ്രീരാജ് ഞാൻ വായിക്കുന്നില്ല, എല്ലാവരും ഇതിലുണ്ട്. സോ ബേസിക്കലി പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു അനൗൺസ്മെൻറ്റ് ടീസർ അതിൻ്റെ കാര്യം പറഞ്ഞത്. അതായത് ഞങ്ങൾ ഇങ്ങനൊരു പടം ഷൂട്ട് തുടങ്ങുമ്പോൾ ജൂലൈ ആവും. അപ്പോൾ അത് ഇപ്പം തന്നെ എൻ്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കണം, ഒരു കഥ ഒരു അനൗൺസ്മെൻറ്റ് പോകണമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ചേട്ടനൊക്കെ കൂടെ ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ ചേട്ടൻ നമുക്കെന്നാ ഒരു അനൗൺസ്മെൻറ്റ് ടീസർ ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ ഉണ്ട്. ബട്ട് സോറി, അതിന് മുന്നേ പറയേണ്ട 3 പേരുണ്ട്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് JK, അനന്തു ആൻഡ് കിഷോർ. ഇവർ 3 പേരുടെയും നിങ്ങൾ സ്റ്റേജിൽ കയറിയില്ലായിരുന്നു? ഓക്കെ. അപ്പം ഇതിൽ അനന്തുവിനെ ഞങ്ങൾ പണ്ട് അടികപ്പേരെ കൂട്ടമണി സിനിമയുടെ വിജയാഘോഷത്തിൻ്റെ സമയത്ത് അതിൻ്റെ മൂവി പ്രൊമോഷൻ എല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു കമ്പനി അവരിപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സാണ്. അതേപോലെ
ഞാനും ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവ്ലി ഒക്കെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഞാനും ചെറിയൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ബിക്കോസ് മൈ കമ്മിറ്റ്മെൻറ്റ് ടു ദ മൂവി. ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ആർക്കേഡും അശ്വൻ എന്ന് പറഞ്ഞ 2 മ്യൂസീഷ്യൻസാണ്. ഞാൻ മുന്നേ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. പണിവാളി എന്ന് പറഞ്ഞ ട്രാക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആർക്കേഡ്. അപ്പം ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കഥ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഇത്രമാത്രം പറയാം. പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിരസ്കരിക്കപ്പെട്ട ഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ്. പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്ന് ആയിരിക്കും ഇത് പറയുന്നത് അല്ലേ? അത്ര അത് കൂടുതൽ ഞാൻ അല്ല ഇതാ കൊടുക്കുക ബൈക്ക് കൊടുക്കുക. തീരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ പല വേദികളിലും കാണാത്തത്. നീരജ് പറഞ്ഞതൊക്കെ തന്നെയാണ് എൻ്റെ സമയം നീരജ് എടുത്തത്. ആശ്വസിച്ചിരിക്കുകയായിരുന്നല്ലേ സമയം എടുത്തത്. കയറിപ്പോഴേ പറഞ്ഞ് എനിക്കും കൂടെ സംസാരിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഐ എം സോ ഹാപ്പി ദാറ്റ് ഫൈനലി വി ആർ വർക്കിംഗ് ടുഗെദർ. അടുത്ത പടത്തിൽ എന്നെ നായകനാക്കുമല്ലോ അല്ലേ? പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കാണുന്ന നമ്മുടെ ദിനേശ് ചേട്ടനുണ്ട്, നമ്മുടെ ജോർജ് കോരി ഇരിപ്പുണ്ട്, പിന്നെ വേണുജി, നീതേജി, ഷംസു. ഞങ്ങളുടെ 1983 പ്രൊഡ്യൂസറായിരുന്നു ഷംസു. എൻ്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മൂവീസ്. അപ്പം എൻ്റെ വൈഫും എൻ്റെ അനിയനും അവിടെ ഇരിപ്പുണ്ട്, ദീപ്തിയും നവീനോടെ പോയി. ഓക്കെ, അത്രേ ഉള്ളൂ, ഞാൻ നീട്ടുന്നില്ല. ഒരു ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു തുടക്കമാണ്. ആൻഡ് എനിക്ക് ഇത് തുടങ്ങിയ മുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ട്. ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ സിനിമയായിട്ട് പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ ഞാൻ സിംഗപ്പൂർ ബേസിലാണ്. ഇത് ഓപ്പൺ ഫിലിംസിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം. പിന്നെ ഈ പ്രോജക്റ്റ് ഫോം ചെയ്യാൻ കാരണം അനന്തും ജയിച്ചുമാണ്. അവരാണ് നീരജ് പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ എപ്പോഴും ചിരിച്ചും ഓക്കെ പറയുന്ന ആളാണ്. അങ്ങനെ ചിരിക്കാനേ ഓക്കെ പറയാനേ അറിയത്തുള്ളൂ. ഇവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ നിയാസ്, ആദിത്യൻ, പിന്നെ താങ്ക്സ് ടു ദീപുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ആദ്യമായിട്ട് പഠിച്ചപ്പോൾ ദീപുവിനാണ് ഒരു ഭവന്. പിന്നെ എല്ലാത്തിനും കൂടെ എൻ്റെ വൈഫാണ്. പൈസ ആവശ്യമുള്ളപ്പോൾ ഇവർ വൈഫിനെ വിളിക്കും, ഞാനറിയത്തില്ല അവരെ വിളിക്കുന്നത്. അപ്പം എല്ലാം നല്ലത് വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഭയങ്കര ഉണ്ടാവണം. താങ്ക്സ് എല്ലാം. നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറിന് പ്രത്യേകിച്ച് എനിക്കൊന്ന് എടുത്ത് പറയാനുണ്ട്. ആദിത്യൻ ചന്ദ്രശേഖർ. ആദിത്യൻ്റെ ഫസ്റ്റ് പടം എങ്കിലും ചന്ദ്രികയിൽ ഞാനൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളുകളാണ്. ഞങ്ങൾ വേറൊരു പടത്തിൻ്റെ ഡിസ്കഷൻ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തള്ളിപ്പോയി. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വളരെ എന്താ പറയുക അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പൊസിഷനിലേക്ക് ആദ്യം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. ആദ്യയുടെ വലിയൊരു പടം മൾട്ടിവേഴ്സ് മന്മഥൻ വരാനിരിക്കെ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ ടീമിൻ്റെ കൂടെ നിന്ന് ആദിക്കും ഒരു ബിഗ് താങ്ക്സ്. ഇവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാത്തിനും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ എല്ലാം പറയും ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. അതാണ് നമ്മളുടെ ഒരു ധൈര്യം. ഇനി നമുക്ക് ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റട്ടെ.